Welcome to another class. Today we are going to discuss the fourth chapter, that is material requirement planning. As its name suggests that എന്താണ് അതിൻ്റെ മീനിങ് അല്ലേ? മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രോപ്പറായ രീതിയിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം. നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടി ബിസിനസ്സിന് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടുന്ന ഇൻപുട്ട് മെറ്റീരിയൽസ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്ന് നമ്മൾ അരിത്തമെറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം സോഫ്റ്റ്വെയർസ്. ഇതാണ് എവിടെ നടക്കുക? MRP പ്രോസസ്സ് എന്ന് പറയുന്നതിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ MRP എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? അത് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ പ്രൊഡക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, സോ ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ നെസസറി മെറ്റീരിയൽസ്. നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള നെസസറി മെറ്റീരിയൽസ്, ഇൻപുട്ട് മെറ്റീരിയൽസ്, അത് ഇൻ എക്സാക്ട് ക്വാണ്ടിറ്റി, അതിൻ്റെ എന്ത് ക്വാണ്ടിറ്റിയിൽ വേണം എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജസ്. എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റീസ്. ആദ്യം തന്നെ നമുക്ക് നെസസറി മെറ്റീരിയൽസ് എന്താണെന്ന് വേണ്ടത് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ഡിറ്റർമിൻസ് വെൻ മെറ്റീരിയൽസ് വിൽ ബി റിക്വയർഡ് ടു മീറ്റ് ദി പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. എപ്പോഴാണ് നമുക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് നമുക്ക് എത്തിക്കിട്ടേണ്ടത്. ആൻഡ് ദെൻ മാനേജസ് ദ ഡെലിവറി ടൈമിംഗ് വിത്ത് ദി ഗോൾ ഓഫ് മീറ്റിംഗ് ഡിമാൻഡ്സ് ആസ് പെർ ദി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ രീതിയിലാണ് MRP പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സെയിൽസ് ഫോർകാസ്റ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്, യൂസ്ഡ് ടു ഷെഡ്യൂൾ ദിസ് റോ മെറ്റീരിയൽ ഡെലിവറീസ് ആൻഡ് ക്വാണ്ടിറ്റീസ്. ബേസിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ MRP എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ മെറ്റീരിയൽസ്, കോമ്പോണൻസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ദാറ്റ് ഈസ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. അപ്പോൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, MRP സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ MRP ഈസി, അതുപോലെ തന്നെ ഫിഷ് ബോൾ, ഇൻഫോം M3, IQMS, പ്ലഗ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഉള്ള സോഫ്റ്റ്വെയർസ് പല ഓർഗനൈസേഷൻസും അവരുടെ കൺവീനിയൻസിനനുസരിച്ച് ഇൻ ഓർഡർ ടു മേക്ക് ദിസ് തിങ്സ് ഹാപ്പനിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MRP എന്ന് പറയുന്നതിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായി വരുന്ന ഇൻപുട്ട് മെറ്റീരിയൽസ് എത്ര ക്വാണ്ടിറ്റിയിൽ ഏത് രീതിയിൽ വേണം എന്നുള്ളതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കാൽക്കുലേഷനാണ് ആക്ച്വലി MRPയിൽ നടക്കുന്നത്. കാൽക്കുലേഷൻ ആൻഡ് ഇറ്റ്സ് ഷെഡ്യൂളിംഗ്. സോ ഇവിടെ ഒരു ടൈം ഫേസ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് പ്ലാനിങ് ആണ്. അതായത് അവിടെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ടെക്നിക്സ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ഇൻപുട്സ് അതിൽ അപ്ലൈ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട്സ് ആക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് MRPയുടെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? ടേക്കിംഗ് ദ ഇൻവെൻറ്ററി ഓഫ് ദി മെറ്റീരിയൽസ് ആൻഡ് കോമ്പോണൻറ്റ്സ് ഓൺ ഹാൻഡ് അല്ലേ? നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഓൺ ഹാൻഡിൽ എന്തുമാത്രം ഐറ്റംസ് ആണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത്, അത് നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ എന്താണ് അഡീഷണലി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഐഡൻറ്റിഫൈങ് വിച്ച് അഡീഷണൽ വൺസ് ആർ നീഡഡ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ദെൻ ഷെഡ്യൂളിംഗ് ദിസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് എന്നുള്ളത്. ആവശ്യം ഇനിയും വേണ്ടത് എന്തൊക്കെ ഐറ്റംസ് ആണ് അത് പ്രോപ്പറായി ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്. സോ ബേസിക്കലി ഈ ഒരു MRP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ MRPയുടെ 2-3 കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഈ MRP സിസ്റ്റം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. So that's to make sure that the raw materials and other assembling units or component parts are always on hand for production. അല്ലേ, നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്, സ്മൂത്ത് റണ്ണിങ് എന്ന് പറയുന്നത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം?
നമ്മതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ഹാൻഡ് തന്നെ കയ്യിലുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതങ്ങനെ കയ്യിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് പ്ലാൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ചെയ്യണം ഇൻ ഓർഡർ ടു ഷെഡ്യൂൾ ദ പ്രൊഡക്ഷൻ പ്രോസസ് സ്മൂത്ത്ലി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ദ ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ബൈ എനേബിളിംഗ് ദ ലോവസ്റ്റ് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻവെൻറ്ററി. JIT പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിലൂടെ ഉദ്ദേശിക്കണേ? അതൊരു മാനുഫാക്ചറിങ് മോഡലാണ്, ഒരു മാനുഫാക്ചറിങ് ഫിലോസഫിയാണ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്: ഐറ്റംസ് എന്ന് പറയുന്നത് ആർ ക്രിയേറ്റഡ് ടു മീറ്റ് ദ കറൻറ്റ് ഡിമാൻഡ്, നോട്ട് ഫോർ ദ ഫ്യൂച്ചർ ഡിമാൻഡ്. അതായത് നമ്മളുടെ ബിസിനസ്സിൽ ആവശ്യമായ പ്രൊഡക്റ്റുകളും സർവീസുകളും ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഡിമാൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് കറൻറ്റ് ഡിമാൻഡ്. അതാണ് നമ്മളുടെ JITയുടെ, അതായത് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ്, അതാണ് അതിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു സപ്പോർട്ട് ജസ്റ്റ് ഇൻ ടൈമിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് സമയത്ത് നമുക്ക് വേണ്ടുന്ന ഐറ്റംസിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം അല്ലേ. അപ്പോൾ നിലവിൽ എത്രമാത്രം ക്വാണ്ടിറ്റിയിലാണ് ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് ആയിരിക്കണം നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ JIT പ്രോസസ്സിനെ, JIT മാനുഫാക്ചറിങ് ഫിലോസഫീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേജർ എലമെൻ്റാണ് നമ്മളുടെ കയ്യിലുള്ള ഈ MRP ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രോപ്പറായ രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് ടൂളാണ്, ഒരു പ്രൊഡക്ഷൻ ടൂളാണ് ബിസിനസ്സിൻ്റെത്. അപ്പോൾ JITയിലൂടെ നമുക്ക് ലോവസ്റ്റ് ലെവൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അതേപോലെ ലോവസ്റ്റ് ലെവൽ ഓഫ് മെറ്റീരിയൽസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സ്റ്റിൽ പ്രൊഡക്ഷൻ യാതൊരു ഇൻറ്ററപ്ഷനും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാനും പറ്റണം. ഈ ലോവസ്റ്റ് ലെവൽ എന്നുള്ളത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഒരു മിനിമം ബാലൻസ് ഓഫ് ഐറ്റംസ് മതി. അപ്പോൾ ആ മിനിമം ബാലൻസ് ഓഫ് ഐറ്റംസ് കീപ്പ് ചെയ്യുന്ന കൂടെ തന്നെ ഷോർട്ടേജ് വരാൻ പാടില്ല, പ്രൊഡക്ഷൻ ഓൺ ട്രാക്ക് നടക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ഈക്വലി മാനേജ് ചെയ്ത് പോകുന്ന രീതിക്ക് നമ്മളുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൂളാണ് എന്ത്, നമ്മളുടെ MRP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പ്ലാൻ ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾസ് ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് ഇൻ എ ടൈംലി മാനർ. നമുക്ക് കറക്റ്റ് ടൈമിൽ ആസ് പെർ ദ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഓൺ ടൈം ഡെലിവറി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിഫോർ ദാറ്റ് വി ഹാവ് ടു പ്ലാൻ ദി ഇൻവെൻറ്ററീസ് ആൻഡ് ഓർ ദ റോ മെറ്റീരിയൽസ് അക്കോർഡിംഗ്ലി അല്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് പിന്നീട് ഫെർദർ ഷെഡ്യൂളിംഗ് പ്രോസസ്സും വരുന്നത്. ആ ഷെഡ്യൂളിംഗ് പ്രോസസ്സ് പ്രോപ്പറായി നടന്നു കഴിഞ്ഞാലേ ഓൺ ടൈമിൽ ഐറ്റംസ് ഫിനിഷ്ഡ് ആക്കാനും പറ്റും. സോ ഈ 2-3 കാര്യങ്ങളെല്ലാം ഈക്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ബിസിനസ്സിൽ ഈ ഒരു MRPയുടെ ഇൻക്ലൂഷനോട് കൂടിയിട്ടാണ്. MRP കൂടി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴേ ഇതിൻ്റെ എല്ലാം റിസൾട്ട് കൂടി എന്താവും, നമുക്ക് പ്രോപ്പറായ രീതിയിൽ അറേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ MRP പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ഇതാണ് ബേസിക്കായിട്ട് നടക്കുന്നത്. ബിസിനസ്സിൻ്റെ ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് ആവാം, കോമ്പണൻറ്റ് പാർട്സ് ആവാം, സബ് അസംബ്ലീസ് ആവാം, വിച്ച് ദ എമൗണ്ട് ഓഫ് ഇൻവെൻറ്ററി നീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റിയെ അസസ് ചെയ്യുക എന്നുള്ളതാണ് MRP പ്രോസസ്സിൽ വരുന്ന മേജർ എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ MRPയിൽ പലതരത്തിലുള്ള ഇൻപുട്സ് ഉണ്ട്. അതായത് ഇൻപുട്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിലെ ഡീറ്റെയിൽസിനെ നമ്മൾ പ്രോപ്പർ അനാലിസിസ് നടത്തിയതിന് ശേഷമായിരിക്കും ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് MRPയുടെ റിസൾട്ട് എത്തിച്ചേരുക. അപ്പോൾ എന്തൊക്കെ ഇൻപുട്സാണ് MRP പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. 3 ഇൻപുട്ട് മെറ്റീരിയൽസാണ്, 3 ഇൻപുട്സാണ് MRPക്ക് വേണ്ടി ആവശ്യം. ആദ്യത്തേത് മെറ്റീരിയൽസ് അല്ല കേട്ടോ, 3 ഇൻപുട്സ്. ആദ്യത്തേത് ബിൽ ഓഫ് മെറ്റീരിയൽ, രണ്ടാമത്തേത് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, മൂന്നാമത്തേത് ഇൻവെൻറ്ററി റെക്കോർഡ്സ് ഫയൽ. ദീസ് 3 തിങ്സ് ആർ ദി മെയിൻ MRP ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഇൻഫർമേഷൻ ഇൻപുട്ട് ഇൻ ടു ദ MRP സിസ്റ്റംസ് കംസ് ഫ്രം ദിസ് 3 മെയിൻ സോഴ്സസ് എന്ന് പറയാം. അപ്പോൾ അതിൽ ആദ്യത്തേത് എന്താ, ബിൽ ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻ ഷോർട്ട് BOM എന്ന് പറയാം. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൽ നടക്കുന്നത് എന്താണത്? സോ ദാറ്റ് ഈസ് എ ലിസ്റ്റിംഗ് ഓഫ് ഓൾ ദ റോ മെറ്റീരിയൽസ്
അതേപോലെ തന്നെ കോമ്പണൻറ്റ് പാർട്സ്, സബ് അസംബ്ലീസ് ആൻഡ് അസംബ്ലീസ് ദാറ്റ് ഈസ് നീഡഡ് ഓർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് എ സ്പെസിഫിക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, നമുക്ക് യൂസ് ചെയ്യേണ്ടുന്ന റോ മെറ്റീരിയൽസിൻ്റെ, കമ്പോണൻറ്റ് പാർട്സിൻ്റെ, സബ് അസംബ്ലീസിൻ്റെ, അസംബ്ലീസിൻ്റെ ഇതിൻ്റെയൊക്കെ ലിസ്റ്റ്, ഡീറ്റെയിൽഡ് ലിസ്റ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, വെരി സിമ്പിൾ. സോ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയൽ രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, so that the managers can easily see what materials are needed to complete each level of production. ഓക്കെ, അപ്പോൾ MRP എന്ന് പറയുന്നത് ഈ ബിൽ ഓഫ് മെറ്റീരിയൽസിനെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? in order to determine the quantity of each component that is needed to produce a certain number of finished product. നമുക്ക് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഈച്ച് കോമ്പോണൻറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ബിസിനസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് വാട്ട് എ ബിൽ ഓഫ് മെറ്റീരിയൽ. ഇതാണ് നമ്മളുടെ MRP സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്നുള്ളതാണ്. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്ലാന്റ്. നമ്മളുടെ പ്ലാന്റിനുള്ളിലുള്ള ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ഷെഡ്യൂളാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് ഡെവലപ്ഡ് ബൈ യൂസിങ് ബോത്ത് ഇൻറ്റേർണൽ ഫോർകാസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓർഡർ. നമ്മളിത് രണ്ട് റിസൾട്ടുകളും കൂടെ കമ്പൈൻ ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇൻറ്റേർണൽ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബിസിനസ് തന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്ന ആ ഒരു റിസൾട്ട്. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ്, ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ഫോർകാസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസിൻ്റെ ബേസിസിലും ആൻഡ് എക്സാക്റ്റ് എക്സ്റ്റേണൽ ഓർഡേഴ്സിൻ്റെ ബേസിസിലും, എന്ന് വെച്ചാൽ ആക്ച്വലി ഉള്ള ഡിമാൻഡിൻ്റെ ബേസിസിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ഫ്യൂച്ചറിലെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അതാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റും ഓരോ സമയത്തും ഡിമാൻഡിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ആയിരിക്കണം ഏകദേശം നമ്മൾക്ക് വേണ്ടി വരുന്നത് എന്നാണ് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ പ്ലാനിങ് ഹൊറിസോൺ എന്ന് പറയുന്നത് പ്രോപ്പറായി എക്സാക്റ്റ് കലണ്ടർ വീക്സ് ആയിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം ടൈം പീരീഡ്, ഏത് രീതിയിൽ അതിനുള്ള ഐറ്റംസ് ആവശ്യമാണ് എന്നൊക്കെ നമ്മളുടെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ MPSൽ ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഡിമാൻഡിന് അനുസരിച്ച് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അതായത് ഫ്യൂച്ചർ ഡിമാൻഡിനനുസരിച്ചും കറൻറ്റ് ഡിമാൻഡിനനുസരിച്ചും രണ്ടും നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻറ്റേർണൽ ഫോർകാസ്റ്റിൻ്റെയും എക്സ്റ്റേണൽ ഓർഡറിൻ്റെയും ബേസിസിലാണ് ഈ ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത്. ദെൻ ഈ ഒരു MRP സിസ്റ്റത്തിൽ ഇത്തരത്തിൽ നമുക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആക്കാനായിട്ട് വളരെ വലിയൊരു റോള് ഏതിനുണ്ട്? ഈ ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിനുണ്ട്. ദെൻ മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻവെൻറ്ററി റെക്കോർഡ്സ് ഫയൽ എന്നുള്ളതാണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ എന്താണെന്നുള്ളത്, അല്ലേ? എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് an accounting of how much inventory is already on hand or on order. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഇൻവെൻറ്ററീസ് എന്തുമാത്രം, നമ്മൾ എത്രമാത്രം ഇൻവെൻറ്ററീസ് ആണ് നിലവിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്, ഇത്തരം ഇൻവെൻറ്ററി റിലേറ്റഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെയും എവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്? ഇൻവെൻറ്ററി റെക്കോർഡ്സ് ഫയലിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇൻവെൻറ്ററി ഓൺ ഹാൻഡ്, ഓൺ ഓർഡർ, അതിൻ്റെ മെയിൻ്റനൻസ് ഡീറ്റെയിൽസ്, ദെൻ ഇതിൻ്റെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര നമ്മൾ ഇഷ്യൂ ചെയ്തു, ഇതിൻ്റെ ബാലൻസ്, ഇതിൻ്റെ റെസീപ്റ്റ്സ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എവിടെ ഉണ്ടാവും? ഇൻവെൻറ്ററി റെക്കോർഡ്സ് ഫയലിലുണ്ടാവും, അല്ലേ? സോ ദിസ് ഫയൽ ഈസ് യൂസ്ഡ് ടു ട്രാക്ക് ഇൻഫർമേഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് ഈച്ച് ഐറ്റം ബൈ ടൈം പീരീഡ്. ഓരോ ടൈം പീരീഡിലെയും നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളുടെ ഇൻവെൻറ്ററീസിനെ ട്രാക്ക് ചെയ്യാൻ, ട്രേസ് ചെയ്യാനൊക്കെയാണ് ഇൻവെൻറ്ററി റെക്കോർഡ്സ് ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.
സോ ഇത്തരത്തിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇൻവെൻ്ററി റിലേറ്റഡ് ഡീറ്റെയിൽസ് നമ്മൾ അസസ് ചെയ്തും നമ്മളുടെ ഫ്യൂച്ചർ ഡിമാൻഡും കറണ്ട് ഡിമാൻഡും ഒക്കെ അനലൈസ് ചെയ്തും അതേപോലെ തന്നെ നമ്മൾക്ക് പ്രൊഡക്ഷൻ ആവശ്യമായ ഈ ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ ഈച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഈച്ച് യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തൊക്കെയുള്ള ഇതിൻ്റെ എല്ലാ റിസൾട്ടുകളെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് MRP പ്രോസസ്സിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മളതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും MRPയുടെ ഇൻപുട്സ് ആണ്. ഈ ഇൻപുട്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.